നിങ്ങളാണ് ഗൗരി സിജി മാത്യു. അതെ സുഖം തന്നെ. അതെ. വേർ ആർ യു ഫ്രം? ബേസിക്കലി എവിടെയാ നിങ്ങൾ ജനിച്ചതൊക്കെ? നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ? എല്ലാവരും നാട്ടിൽ അവരവരുടെ നാട്ടിൽ? പത്തനാപുരം. പത്തനാപുരം. ഓക്കെ. ആൻഡ് നിങ്ങളുടെ അമ്മ അച്ഛൻ ചേച്ചി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ സൗദിയിലായിരുന്നു, ജോലിയായിരുന്നു, ഒരു കമ്പനിയിൽ, ഒരു സ്ഥാപനത്തിൽ ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ നാട്ടിലുണ്ട്, അച്ഛനും ഇപ്പം നാട്ടിലുണ്ട്, ചേച്ചി ദുബായിലാണ്, പിന്നെ ഞാൻ. ഓക്കെ. 2 പെൺകുട്ടികളല്ലേ? അതെ അതെ. നിങ്ങളുടെ മാരേജ് ലവ് മാരേജാ? ലവ് മാരേജ്. സോ ഹൗ ഇസ് യുവർ മാരേജ് നൗ? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പം എവിടെയാ താമസം? വീടൊക്കെ എവിടെയാ? ഞാനിപ്പം കോട്ടയം താമസിക്കുന്നു. ഓക്കെ, കോട്ടയം. ഓക്കെ. നിന്നെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ആ ഡൗട്ട്സിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഗൗരി, ഞാനൊരു കാര്യം എൻ്റെ അടുത്ത് പറയണം. ഇപ്പം ഞാൻ കേൾക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്, ഇത് ഞാൻ കേൾക്കണോ? അപ്പോൾ എൻ്റെ ആൻസേഴ്സ് ദറ്റ് ടൈം അത് വേറെ ആയിരുന്നു. ഇപ്പം നമുക്ക് നോക്കാം. ആ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. എന്നെ തന്നെ സ്വയം കേട്ട ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ ഗൗരീനെ കേൾക്കുന്നു. ഓക്കെ. ഗൗരീനെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോ? ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ മറ്റുള്ളവരിൽ നമുക്ക് വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പം നമ്മൾ എന്താ പറയുക, ജോലി ചെയ്ത് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുമ്പോൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ ചീറ്റ് ചെയ്യുന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. സോ ഫാമിലിയിൽ തന്നെ ചീറ്റ് ചെയ്തു. നമ്മൾ എപ്പോഴും അവർക്ക് ആവശ്യമെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയണേ. ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല അവർക്ക് വേണം. നമ്മൾ കാശ് ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പിന്നത്തെ ഒരു മുഖം ഫേസിൽ അവരുടെ ആ ഒരു ഇത് കാണേണ്ട ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ. ഗൗരി സിജി മാത്യു, ഈ പേര് താണ്ടി വാട്ട് ഈസ് യുവർ ക്യാരക്ടർ? ഞാനെന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. ഇല്ലായ്മയിൽ ഇല്ലാത്തവർക്ക് ഒരുപാട്, നമ്മൾ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തവർക്ക് ഹെൽപ്പ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ പിന്നെ ഒരുപാട് ചിരിച്ച നല്ലൊരു മുഖവുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ. ഇത് എല്ലാവരും ചെയ്യല്ലേ? എല്ലാവരും ചെയ്യുമ്പോൾ ഇപ്പോൾ എന്നെ ഈ ചോദ്യം എന്നെ ചോദിച്ചാൽ ഞാൻ പറയുമോ ഞാനൊരു മോശമായ സ്ത്രീ അങ്ങനെ പറയുമോ? എല്ലാവരും അങ്ങനെ തന്നെ പറയൂ. നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു കാൻഡിലാണോ? ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു വേർഡിൽ പറയണം. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഗൗരി, എങ്ങനെയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് മീറ്റ് ചെയ്തത്? ഫസ്റ്റ് ലവ് എങ്ങനെയായി? പഠിക്കുന്ന സമയത്ത്? അതെ, കോളേജിൽ? അതെ, നഴ്സിംഗ് പഠിക്കുമ്പോൾ. നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടോ? പിന്നെ നഴ്സിംഗ് ജോബിലൊന്നും പോയില്ല? ഇപ്പം ജോലി ചെയ്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, വിസയിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോയിരുന്നു. പിന്നെ നമുക്ക് വലിയൊരു ഫണ്ട് ഇറക്കിയിട്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു സിനിമയിൽ അവസരം വന്നു. ആ അവസരത്തിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് നമ്മൾ ഒരു മലയാളം മൂവിയിൽ അവസരം കിട്ടുന്നു. അതിൽ നല്ലൊരു ടീച്ചർ ക്യാരക്ടറായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് തമിഴിൽ ഇതൻ കാതൽ പുസ്തകം എന്ന് പറയുന്ന ഒരു മൂവിയിൽ ചെയ്തു. അങ്ങനെ ഒരു കുറച്ച് ഫിലിംസ് ചെയ്തു. എന്തിനാ കണ്ടിന്യൂ ചെയ്യാത്ത? അതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്. അതിൽ അഡ്ജസ്റ്റ്മെന്റ്, അതിനു വേണ്ടി നിങ്ങൾക്ക് ഫിലിംസ് വേണ്ടാന്ന് വെച്ചു? ഫിലിംസ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോളുകൾ നമുക്ക് വരുന്നു. പിന്നെ രണ്ടാമത്തത്, അപ്പോൾ നല്ല പെരിയ റോൾ വന്നാൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യോ? ഇല്ല. ഫസ്റ്റ് നമുക്ക് അവസരങ്ങൾ തരാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എനിക്ക് താല്പര്യമില്ല. അപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ബി ഗ്രേഡ് ഫിലിംസ് കിട്ടിയാലോ അതിൽ ആക്ട് ചെയ്യോ? ബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അവസരങ്ങൾ വന്നിട്ടില്ല. ചെയ്യോ? ഇല്ല. അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ അല്ലേ? ഈ ഇൻസ്റ്റായിൽ നിങ്ങൾ പോസ്റ്റൊക്കെ ഇടുന്നത്, അതിവിടെ ഫിലിമിൽ ചെയ്യുന്നത് ബെറ്റർ അല്ലേ? ബിക്കിനി അല്ലേ ഇൻസ്റ്റയിൽ ചെയ്യുന്നത്? എല്ലാവരും സ്വാഭാവികമായിട്ടും ചെയ്യുന്നതല്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ടോ? എന്തോരം പേര് ബിക്കിനീസ് ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവർ തന്നെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേരല്ലേ നമ്പർ 1 എത്തിയത്?
ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഇപ്പൊ ഷക്കീല മാമിനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വന്നപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വ ഉടമയാണ് മാം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഗൗരിയുടെ പിക്ചേഴ്സ് നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരു നല്ലൊരു സാരി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വേണ്ട, തിരിച്ചൊരു മറുപടി വരും, ബിക്കിനി ഇട്ട് വരുമോ ഗൗരി എന്നുള്ളത്. അപ്പം ബിക്കിനിയുടേതിന് വ്യൂസ് കൂടുതലും, സാരി നോർമൽ ലൈക്സ് കുറവും വരും. അപ്പം നമുക്ക് കണ്ടന്റിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് ബിക്കിനി, അല്ലാതെ വേറൊന്നും അവർ വന്നിട്ട് പ്രതീക്ഷിച്ച് പറയത്തില്ല ഗൗരി ഇന്നത് ഇടുന്ന് പറയില്ല. ബിക്കിനിയിൽ അവർക്ക് ഇപ്പം ഫോളോവറിലുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ബിക്കിനി കൂടുതലായിട്ടും ചെയ്യണം. ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി കണ്ടിട്ടുണ്ടോ? ആ ഫാമിലിക്ക് അറിയാം, ചേച്ചിക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഹസ്ബൻഡിന് അറിയാം. അവരൊന്നും പറഞ്ഞില്ലേ? ബിക്കിനി എന്ന് പറയുന്ന ഒരു മോശം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു കമ്പനിയുടെ ഞാൻ പറഞ്ഞില്ല, ബിക്കിനി അവർക്ക് അതിൻ്റെ അകത്ത് കമന്റ്സ് വരുന്നത് മാത്രം നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ നിൽക്കരുതെന്ന് പറയാറുണ്ട്. പിന്നെ സപ്പോർട്ട് ചേച്ചിയൊക്കെ സപ്പോർട്ടാണ്. എപ്പോഴായാലും ഈ ബോയ് ഫ്രണ്ട്സും ഹസ്ബൻഡും ഇവരൊക്കെ വളരെ പൊസസീവ് ആവും അല്ലേ? അതെങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡ് ബീങ് ലവ്ഡ് ഹസ്ബൻഡ്, ലവ് ചെയ്ത് ലവ് മാരേജ് ആയ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാൻ എങ്ങനെ സമ്മതിച്ചു? പ്രശ്നം വീട്ടുകാർക്കില്ല. അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ഇപ്പം ബിക്കിനീസ് ഇടുന്നതിന് പ്രശ്നം പറയണില്ല. അതിൽ വരുന്ന കമൻസ് നോക്കിയിട്ട് മറുപടി മാത്രം ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല. അത് വീട്ടിലെല്ലാവരും പറയുന്നതാണ്. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് അമ്മ. ആണോ? എന്തിന്? അതിൻ്റെ അകത്ത് റീൽസിലും 2 ഫോട്ടോയ്ക്കും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതിൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു, പേയ്മെന്റ് ഇല്ല എന്ന് ഞാൻ പറയില്ല, പേയ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു. ഓരോ മാസവും നല്ലൊരു എമൗണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ വീട്ടിലെല്ലാം ഓക്കെ പറഞ്ഞത്? വീട്ടിൽ ഓക്കെ എന്ന് പറയുമ്പം പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റയിലെ വരുമാനം ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. നമ്മൾ അത് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണമില്ലെങ്കിൽ ഞാൻ ഒരു ഓണം വന്നു, അപ്പോൾ 2 പേർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ കൊടുക്കുന്നു. പിന്നെ എൻ്റെ ആവശ്യങ്ങൾ, ഇപ്പം എനിക്കൊരു നല്ലൊരു ഡ്രസ്സ് വേണമെങ്കിൽ എൻ്റെ കയ്യിലെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്. ഇതിനാരും ഞാൻ ഫാമിലിയിലെയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ മറ്റുള്ളവരെ ആരും ചോദിച്ച് അങ്ങോട്ട് എനിക്ക് പൈസ വേണം, ഇന്നതിന് വേണം അത് ചോദിക്കാലോ, അതൊന്നും തെറ്റില്ലല്ലോ. ഹസ്ബൻഡിനെ ചോദിച്ച് എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത് അങ്ങനെയല്ല. അത് ഞാൻ ചെറുപ്പം മുതലേ ആ വന്നൊരു സാഹചര്യം കൊണ്ട് ഞാൻ അങ്ങനെ അവരോട് എനിക്ക് ഇന്നത് വേണം എന്ന് ആരോടും ഞാൻ പറയില്ല. ഇപ്പൊ അച്ഛനോടായാലും അമ്മയോടായാലും ആരോടും, ഹസ്ബൻഡിനോടായാലും ആരോടും പറയില്ല. നമ്മുടെ ഇതായിട്ട് തന്നെ നമ്മൾ പോകുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് നമുക്കൊരു വരുമാനം സോഷ്യൽ മീഡിയയിൽ നിന്ന്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് എനിക്കില്ല. എനിക്ക് സ്റ്റിൽ ആ ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ എന്റെ ഫാമിലിയിൽ എന്നെ എല്ലാവരും ഒതുക്കി വെച്ചു. ഇത് എല്ലാം ഇപ്പൊ ഞാൻ എങ്ങനെ ഇത് പോസിബിൾ? നിങ്ങളുടെ ഫാമിലിയിൽ ഇത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയുണ്ട്, എൻ്റെ കസിൻ ചേച്ചിയാണ്. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ അറിയാം, നമ്മൾ സ്ട്രഗിൾ ചെയ്തു വന്ന ഒരു ലൈഫുണ്ട് എനിക്ക്. കാരണം നമ്മൾ കഷ്ടതയിൽ, ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ പറയുന്ന അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തരുമ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിയിരിക്കും ഒരു സമയത്തിന് നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ അമ്മ പോയി ജോലി ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഒരു നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് നമുക്ക് തരുന്നത്. അച്ഛൻ ഗൾഫിൽ പോയിരുന്ന സമയം എന്ന് പറയുമ്പം ഫസ്റ്റ് സാലറി ഒന്നുമില്ല. ഒരു കൊല്ലം 6-7 മാസം കഴിഞ്ഞിട്ടാണ് അച്ഛന് സാലറി കിട്ടുന്നത്. അമ്മ അപ്പുറത്തെ വീട്ടിലെ പശുവിനെയൊക്കെ കറക്കാൻ പോകും. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം കിട്ടിയിട്ട് നമ്മൾ അത് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും എന്ന് പറയും. അമ്മ കഴിക്കാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് കൊണ്ടുതരും, ഞങ്ങൾ 2 മക്കളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഞാനൊരു ബിക്കിനി ഇടുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബിക്കിനീസ് നമ്മളൊരു കമ്പനിയുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തു. അവിടെയും നമുക്ക് പേയ്മെൻറ്റുകൾ തരാതെ വന്നു. ഇപ്പൊ ഈ ഒരു കമ്പനിയുടെ കീഴിൽ നമ്മൾ അടിമയെ പോലെ ജോലി, ഇപ്പൊ മാം പറഞ്ഞില്ലേ മാമിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതേപോലെ നമ്മളിപ്പം ഒരു കമ്പനിയുടെ കീഴിൽ ഈ ബിക്കിനി ഷൂട്ട് ചെയ്തിട്ട് അവര് കാശ് നല്ലതുപോലെ മേടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തരുന്ന എന്താ 10,000 അല്ലെങ്കിൽ 50,000 രൂപ താഴോട്ടാണ്. അപ്പൊ അവിടെ വരുന്ന രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുപോയി പാഴാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പൊ എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ കോസ്റ്റ്യൂം, നമുക്ക് ഓരോ ബോട്ടിക്കുകൾ, നമുക്ക് ബിക്കിനീസും മറ്റുള്ള സാധനങ്ങളും നമുക്ക് തരും, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത് കണ്ടന്റ് ആക്കി കൊടുക്കും. അപ്പോൾ അവർ നമുക്ക് അതിനുള്ള പേയ്മെന്റ് തരും. ഇങ്ങനെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നതെന്ന് പറയുന്നത്.